വിഷുവിൻ്റെ തലേദിവസം എനിക്ക് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ, വിഷു സെലിബ്രേഷൻ. അപ്പോൾ ഞാനതിൽ ഒരുങ്ങണ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണും. ഈ ഒരു സാരി ലുക്കിൽ എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ രാവിലെ ഒരാൾ ഒരു 9 മണിയായപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നെ ആക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാവല്ലെങ്കിൽ 9:20 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി അവനെ, പക്ഷേ എന്നെ ആക്കേണ്ടതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയായിരുന്നു കേട്ടോ, ഇനി ബ്ലോക്കൊക്കെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എന്നെ ആക്കിയൊക്കെ തന്നിട്ട് ആൾ പോയായിരുന്നു. പിന്നെ ഞാൻ നേരത്തെയാണ് എത്തിയത്, അതുകൊണ്ട് തന്നെ കുറച്ച് പോസ്റ്റായിരുന്നു. ഒരു 9:30 കഴിഞ്ഞപ്പോൾ എൻ്റെ കൊളീഗ്സും മാഡം ഒക്കെ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരുക്കണ ഒരു ഇത് കാണുന്നത്. വീട്ടിലാണെങ്കിൽ അത്ര അടിപൊളിയാണെങ്കിലും ഇത്ര എന്താ പറയുക സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരുക്കാറില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ നമ്മൾ ഒരുക്കാൻ കാരണം നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യണമായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് ഉച്ചക്ക് ഫുഡ് അവിടെ തന്നെ ആയിരുന്നു കേട്ടോ, ബിരിയാണി ആയിരുന്നു. പിന്നെ മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ കിട്ടി, ഫസ്റ്റ് കൈനീട്ടമായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്ത് ഫുഡൊക്കെ അടിച്ചിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഞാൻ ഊബർ വിളിച്ചിട്ടാണ് വന്നത്. സാരി ഉടുത്തേക്കണതുകൊണ്ട് തന്നെ എനിക്ക് റോട്ടിൽ കൂടെ നടന്നു വരാനോ ബസ്സിന് വരാനോ ഉള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വീട്ടിൽ വന്ന പാടെ ഞാൻ അനിയത്തിമാർക്കും അതേപോലെ ഞങ്ങളുടെ കുഞ്ഞു വാവ വന്നിട്ടുണ്ട്, അവനൊക്കെ കൈനീട്ടം കൊടുക്കാൻ പോയായിരുന്നു കേട്ടോ. അതായത് ജോലി ഇട്ടിട്ട് ആദ്യത്തെ വിഷയമായതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കൊടുത്ത് എല്ലാവരും കണ്ടു വന്നതിന് ശേഷം ഞാൻ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.